കുണ്ടറയിലെ കസ്റ്റഡി മരണത്തിൽ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. കുടുംബത്തിന്റെ വ്യാപക പരാതിയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, ഇപ്പോൾ ഈ സിയാദിന്റെ മരണത്തിൽ സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ശ്രീജിത്തിനെതിരെയാണ് ഈ കുടുംബം വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. വിവരങ്ങൾ. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി രാത്രി 12 മണിക്ക് ഒരു കളവായ പരാതി, അല്ലെങ്കിൽ ആ പരാതി ശരിയാണോ എന്ന് പോലും അന്വേഷിക്കാതെ മുൻവിധിയോടുകൂടി ഡ്യൂട്ടിയിലില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, SI റാങ്കിലുള്ള ഡ്യൂട്ടിയിലില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ സിവിൽ ഡ്രസ്സിൽ, അത് SI അതുൽ, രണ്ടാമത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ശ്രീജിത്തിനെ കൂടാതെ പോലീസ് ഡ്രൈവർ, ഇവര് 3 പേരും കൂടി ചേർന്നാണ് രാത്രി 12 മണിക്ക് 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയും കൂട്ടി വനിതാ പോലീസ് ഇല്ലാതെ ഈ സിയാദിന്റെ വീട്ടിൽ, കുണ്ടറ പെരുമ്പുഴയിലെ സിയാദിന്റെ വീട്ടിലെത്തുകയും അവിടെ ഈ വീട്ടുകാർ കതവ് തട്ടി, വീട്ടുകാർ ഇറങ്ങി വന്നപ്പോൾ ഇതില് സിയാദിന് എവിടെയെന്ന് അന്വേഷിക്കുന്നു. സിയാർ വീട്ടിനുള്ളിലുണ്ട്, കിടക്കുകയാണ്, മരുന്ന് കഴിച്ചിട്ട് കിടക്കുകയാണെന്ന് പറയുന്നു. അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല, ഇറക്കി വിടാൻ പറയുന്നു. ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നേക്കുമായി ഉറക്കിത്തരാം എന്ന് ഈ ശ്രീജിത്താണ് മറുപടി നൽകുന്നത്. തുടർന്ന് അകത്ത് കയറി ശ്രീജിത്തിനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അതിനു മുമ്പ് ആ വീടിനുള്ളിൽ ചില പരിശോധനകളും നടത്തി. ഇതിനെല്ലാം 16 വയസ്സുകാരി സാക്ഷിയുമാണ്. ഇത് പിന്നീട് ശ്രീജിത്ത് സിയാദിനെ പോലീസ് ജീപ്പിന്റെ പിന്നിലേക്ക് കയറ്റുന്നു. ആ പോലീസ് ജീപ്പ് അവിടെ നിന്ന് കേരളപുരത്തേക്കുള്ള ആ റോഡിലൂടെ കോവിൽമുക്ക് ഭാഗത്ത് വെച്ച് വണ്ടി നിർത്താതെ തന്നെ ആ ജീപ്പിനകത്ത് വെച്ച് അതിക്രൂരമായി ഈ സിയാദിനെ തല്ലിച്ചതക്കിയായിരുന്നു, അവിടെ മർദ്ദിക്കുകയായിരുന്നു. എന്നെ കൊന്നു കളഞ്ഞേക്കൂ എന്ന് ആ സമയത്ത് സിയാദ് അവിടെ പ്രാണവേദനയിൽ ആ സമയത്ത് നിലവിളിക്കുന്നുണ്ട്. ഇങ്ങനെ സിയാദ് ആ സമയത്ത് നിലവിളിച്ചു എന്ന് ഈ 16-കാരി സാക്ഷി വഹിച്ച 16-കാരി തന്നെ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ സിയാദിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നു. ഈ സമയത്ത് സിയാദിന്റെ ഭാര്യയും മക്കളും 1 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ സിയാദിനെ അന്വേഷിച്ചെത്തുന്നു. അവിടെ വെച്ച് സിയാദിന്റെ ഭാര്യ തന്നെ ചോദിക്കുന്നുണ്ട്, ഇക്കായെ ആരെങ്കിലും പോലീസ് മർദ്ദിച്ചോ? എന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് സിയാദ് പറയുന്നുണ്ട്. അത് അവിടുത്തെ CCTV ദൃശ്യങ്ങളിലും ആ CCTVയുടെ ഓഡിയോ മൈക്കിലൂടെ അത് പതിയുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രീജിത്ത് തന്നെ ഈ കുടുംബത്തെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. ഇത് പോക്സോ കേസാണ്, ഇത് പുറത്തു വിടാൻ കഴിയില്ല, റിമാൻഡ് ചെയ്യുകയുള്ളൂ എന്ന് ഈ കുടുംബത്തെ അറിയിക്കുന്നു. അവിടെ നിന്ന് അവരെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നു. സിയാദ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയുന്നു. പിറ്റേ ദിവസം കാണാവായി എന്ന് പറയുന്ന 13-കാരനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു പരാതിയിലും സംശയത്തിലുമാണ്. രേഖാമൂലമുള്ള ഒരു പരാതി ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യം. വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ശ്രീജിത്ത് ഡ്യൂട്ടിയിലില്ലാത്ത SI അതുലിനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒന്നും അറിയാത്ത ഈ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതും വഴിയിൽ വെച്ച് ചോദ്യം ചെയ്ത് എവിടെയാണ് ഈ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞ് ചോദ്യം ചെയ്ത് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, മർദ്ദിക്കുന്നത്. പിന്നീട് സ്റ്റേഷനിൽ എത്തിക്കുന്നു. ഞാൻ പിന്നീട് സൂചിപ്പിച്ചതുപോലെ പിറ്റേ ദിവസം, അതായത് പുലർച്ചെ പോലീസ് അറിയുന്നു ഈ കാണാതായി എന്ന് പറയുന്ന 13 വയസ്സുള്ള കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. ആ കുടുംബമായിട്ടുള്ള പ്രശ്നത്തിന്റെ പുറത്ത് അവിടെ വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ സിയാദ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ്, താൻ നിരപരാധിയാണ്, പൊക്കോളൂ എന്ന് പറഞ്ഞ് സിയാദിന് ഒരു ജ്യൂസ് കൂടി വാങ്ങി നൽകിയാണ് രാവിലെ 8:45 സിയാദിനെ, അതായത് ജൂൺ 17-ാം തീയതി കുണ്ടറ പോലീസ് ഈ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സിയാദിനെ വിട്ടയക്കുന്നത്. ശ്രീജിത്ത് പിന്നീട് നേരെ വരുന്നത് പെരുമ്പുഴയിലെ വീട്ടിൽ. അന്നു മുതൽ ആ ശരീരമാസകലം വേദന കൊണ്ട് പൊളഞ്ഞ സിയാദ് അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നീട് കാഞ്ഞിരകോട് ഉള്ള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് ജില്ലാ ആശുപത്രിയിൽ തുടർച്ചയായി ചികിത്സ തേടി. അതിനുശേഷം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ശരീരമാസകലം നീരടിച്ചിട്ടുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ഈ റിബിന്റെ, അതായത് റിബ് പൊട്ടിയിട്ടുണ്ട്, വാരിയെല്ല് തകർന്ന നിലയിലാണ്, ചെറിയ തോതിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് ശരീരമാസകലം ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ സിയാദിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നത്. അവിടെ ഏതാണ്ട് ഒരാഴ്ചയോളം അവിടെ കുറച്ചു ദിവസം അവിടെ ICUവിൽ കിടക്കുന്നു. പിന്നീട് രോഗം മൂർച്ഛിക്കുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റിയ സിയാദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീടാണ് ഈ ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും ആഭ്യന്തരമന്ത്രി ആയാലും പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ ഒന്നും വരാതെ, ശാസ്ത്രീയ ഫലങ്ങൾ ഒന്നും വരാതെ തന്നെ ഇവർ തന്നെ തീരുമാനിച്ചു പറയുന്നു പോലീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, മരണകാരണം മഞ്ഞപ്പിത്തമാണ് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാനും ശ്രമിക്കുന്നത്. ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം, സിയാദ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്.
അതുപോലും ഇവർ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇതുപോലും പരിഗണിക്കാതെ ഏത് വിധേനയും ഈ സർക്കാർ ഒരു കസ്റ്റഡി മരണത്തിൽ പെട്ടുപോകരുത്, തുടക്കത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരു കസ്റ്റഡി മരണത്തിൽ പെട്ടു ആ മരണം സംഭവിച്ചു എന്നുള്ള ഒരു ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും പറഞ്ഞിരുന്നു. കുണ്ടറയിലെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും വെല്ലുവിളിച്ചത്. പക്ഷേ പിറ്റേ ദിവസം കൈരളി ന്യൂസ് അത് ബ്രേക്ക് ചെയ്തു. അവരുടെ വാദം ആ വാദം തെറ്റാണെന്ന് കൈരളി ന്യൂസ് തെളിയിച്ചു. അവിടെ 16-കാരിയായ പെൺകുട്ടിയുടെ അഭിമുഖം പുറത്തുകൊണ്ട് 16 വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അതിൽ കൃത്യമായി ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ കൺമുമ്പിൽ വെച്ചാണ് അതിക്രൂരമായി ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സിയാദിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അതിന് താൻ ദൃക്സാക്ഷിയായിരുന്നു എന്ന് ആ പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം പോലീസിന്റെ മറ്റൊരു കളവ് കൂടി പുറത്തു വന്നു. അതായത് ഈ ജൂൺ 16 പിടികൂടുന്നതിനല്ല, ഈ മരിക്കുന്ന ദിവസം സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കണമെന്ന് ബന്ധുക്കളോട് ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സിയാദിന്റെ പിതാവിന്റെ സഹോദരൻ ബഷീർ ഈ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുകയാണ്. താൻ മൊഴി നൽകാനല്ല വന്നത്, അടിയന്തരമായി തനിക്ക് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിട്ടുകിട്ടണം, അതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത് മൊഴി കൊടുക്കാതെ കഴിയില്ലല്ലോ എന്ന് പോലീസ് പറയുന്നു. ഒരു പേപ്പർ എഴുതിയിട്ട് അതിൽ ഒപ്പിടാൻ പറയുന്നു. ബഷീർ അത് ഒപ്പിട്ട് കൊടുത്തു. അതിലാണ് പല കാര്യങ്ങൾ പോലീസ് എഴുതി ചേർത്തത്. മറ്റൊരാൾ സിയാദിനെ മർദ്ദിച്ചു എന്ന നിലയിൽ അത് ബഷീർ പറയാത്ത കാര്യങ്ങൾ വരെ വ്യാജമായി എഴുതി ചേർത്തു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യവും കൈരളി ന്യൂസ് പുറത്തുവിട്ടു. ആ ബഷീറിന്റെ വെളിപ്പെടുത്തൽ താൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് ബഷീറും കുടുംബവും രംഗത്തെത്തി. ഇതോടെ പോലീസിന്റെ 2 നുണകളാണ് പൊളിഞ്ഞു വീണത്. ആഭ്യന്തര വകുപ്പ് അക്ഷരാർത്ഥത്തിൽ സിയാദിന്റെ കുടുംബത്തോട് കാണിച്ചത് അനീതിയാണ്. സിയാദിനെ ഈ കുടുംബം ഇപ്പോഴും അന്നു മുതൽ ഇന്ന് വരെ സിയാദിന്റെ കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് മർദ്ദനത്തിൽ സിയാദ് കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷെ മഞ്ഞപ്പിത്തം ബാധിച്ചു. മഞ്ഞപ്പിത്തത്തിലേക്കുള്ള ബാധയ്ക്ക് കാരണം ശരീരത്തിൽ ഏർപ്പെട്ട അണുബാധയാണ്. ആ അണുബാധയിൽ നിന്നാണ് ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ആ ഒരു പ്രശ്നത്തിലാണ്, തകരാറിലാണ് ഇത് മഞ്ഞപ്പിത്തത്തിലേക്ക് പോയി എന്നാണ് കുടുംബം അന്നു മുതൽ ഈ സമയം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വകവയ്ക്കാതെയാണ് പോലീസ് മുന്നോട്ട് പോയത്. എന്തായാലും ഇക്കാര്യം കുടുംബത്തിന്റെ ഒരു തുടക്കത്തിലെ ആ ഒരു പോരാട്ടം, ആ പോരാട്ടത്തിൽ ആദ്യഘട്ടത്തിലെ ഒരു വിജയമാണ്. പക്ഷേ ഇതില് SI ആയിട്ടുള്ള അതുലിനെതിരെ ഒരു നടപടിയും പറഞ്ഞിട്ടില്ല. ഡ്യൂട്ടിയിലില്ലാതിരുന്ന അതുൽ എന്തടിസ്ഥാനത്തിലാണ് ഈ അർദ്ധരാത്രി വേറെ എവിടെയോ പോയി മടങ്ങി വന്ന അയാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഡ്യൂട്ടിയിലില്ലാത്ത ഒരു SI ആയ അതിൽ ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി രാത്രി 12 മണിക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ജീപ്പിൽ കയറ്റി ഈ സിയാദിന്റെ വീട് കാണിച്ചു കൊടുക്കണം എന്ന വ്യാജേന ഇവരെ കൊണ്ടുപോയത്. ഈ പെൺകുട്ടിയെ കൺമുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ അതുലിന്റെ കൂടി മൗന സമ്മതത്തോടുകൂടി SI അതുലിന്റെ മൗന സമ്മതത്തോടു ആയിരുന്നു ഈ ശ്രീജിത്ത് എവിടെയാണെന്ന് 13കാരൻ ഇനി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞാൻ ചെയ്യാത്ത കാര്യം ഏക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ പോലീസിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് ശ്രീജിത്ത് വീണ്ടും തല്ലി എന്നാണ് ഈ പെൺകുട്ടി തന്നെ ഈ പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ ശബ്ദരേഖ ആ പെൺകുട്ടിയുടെ അഭിമുഖം നമ്മളും കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ പോരാട്ടത്തിന് ആദ്യഘട്ടത്തെ വിജയമെന്ന് പറയാം. അതേസമയം തന്നെ ഈ മുൻവിധിയോടുകൂടി ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ തന്നെ പ്രഖ്യാപിച്ച കൊട്ടാരക്കര റൂറൽ ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥൻ നേതൃത്വത്തിൽ DYSP പ്രസാദ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ടുകൾ പൂർണ്ണമായും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചാണ് മരിച്ചത്, അല്ലാതെ പോലീസ് ഇടിച്ചിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ന്യായീകരിച്ച് ആഭ്യന്തര വകുപ്പിനെ മുഴുവനും ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. അതിനെതിരെയും ഈ കുടുംബം രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. അവന്തിക. ശരി, രാജ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.